ലിവിങ് ഇൻ ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാൻ അവർക്ക് ഭാര്യയെന്ന പദവി നൽകണമെന്ന് ഹൈക്കോടതി. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ലിവ് ഇൻ റിലേഷനിലുള്ള സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഈ വിധി. ഇത്തരം ബന്ധത്തിലേർപ്പെടുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റും വേണ്ട എന്ന് ധരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വിധിയാണ്. ലിവ് ഇൻ റിലേഷനിലുള്ള സ്ത്രീകൾ നിയമപരമായി വളരെ മോശമായ സ്ഥിതിയിലാണുള്ളത്. ഇത്തരം ബന്ധങ്ങളിൽപ്പെടുന്ന സ്ത്രീകൾ സാമൂഹ്യമായ അപമാനവും മാനസികമായ ആഘാതവും ഒറ്റപ്പെടലും അനുഭവിക്കേണ്ടതായി വരുന്നു. മൈനറായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന പോക്സോയുടെ സംരക്ഷണമോ വിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന വൈവാഹിക നിയമത്തിൻ്റെ സംരക്ഷണമോ മെയിൻ്റനൻസ് ആനുകൂല്യമോ ഇത്തരം ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. യുവതലമുറ ഇത്തരം ബന്ധങ്ങളെ ആധുനികതയുടെ ഭാഗമായി കാണുന്നുണ്ടെങ്കിലും വിവാഹത്തിലുള്ള നിയമപരമായ സംരക്ഷണം ഇതിനില്ലെന്ന് പലരും വൈകിയാണ് തിരിച്ചറിയുന്നത്. ബന്ധം വഷളാകുമ്പോൾ പുരുഷന്മാർ സ്ത്രീയുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നത് പതിവാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും കോടതി. ശാരീരിക ബന്ധത്തിന് ശേഷം പുരുഷന്മാർ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ സ്ത്രീകൾ വലിയ രീതിയിലുള്ള സാമൂഹികവും നിയമപരവുമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ലിവിങ് ഇൻ റിലേഷൻ സമൂഹത്തിന് വലിയ സാംസ്കാരിക ആഘാതമാണെന്നും ഹൈക്കോടതി. എന്നാൽ ഇത്തരം ബന്ധങ്ങൾ എല്ലായിടത്തും വ്യാപകമാണ്. ഇത്തരം ബന്ധത്തിലുള്ള സ്ത്രീക്ക് ഭാര്യയ്ക്ക് ലഭിക്കുന്ന അവകാശം ലഭിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഈ നിരീക്ഷണം. കേസിൽ IPC 417, 420, 506 വകുപ്പുകൾ പ്രകാരമാണ് നിയമ നടപടികൾ തുടങ്ങിയിരുന്നത്. നഴ്സായ യുവതിയും പെറ്റീഷണറും തമ്മിൽ സ്കൂൾ കാലയളവ് മുതൽ അടുപ്പത്തിലായിരുന്നതായും 2019 കാലയളവിൽ കൂടുതൽ അടുക്കുകയും വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ബന്ധപ്പെട്ടതായും യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു. ഫാമിലി എതിർത്തിട്ടും വിവാഹ വാഗ്ദാനം ചെയ്ത ഉറപ്പിന്മേൽ സ്ത്രീ ബന്ധം തുടർന്നു പോയിരുന്നു. 2024 ഓഗസ്റ്റിൽ ഇരുവരും വിവാഹിതരാകുന്നതിനായി വീട് വിട്ടു പോവുകയും ഒരു റെന്റഡ് ഹൗസിൽ താമസിക്കുകയും ചെയ്തു. മകളെ കാണാതെ വന്നപ്പോൾ യുവതിയുടെ പിതാവ് മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയുണ്ടായി. ഇതേ സമയം പരാതിക്കാരൻ തനിക്ക് കുടുംബത്തിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞ് യുവതിയെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തു. തുടർന്ന് ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും പരാതിക്കാരൻ ഈ യുവതിയുമായി ഫിസിക്കൽ റിലേഷൻ ഉണ്ടായതായി സമ്മതിക്കുകയും ചെയ്തു. റെയിൽവേ റിക്രൂട്ട്മെന്റ് എക്സാമിന് ശേഷം വിവാഹം ചെയ്തു കൊള്ളാമെന്ന് രേഖാമൂലം യുവാവ് ഉറപ്പും നൽകി. യുവതി പരാതിപ്പെട്ട മറ്റൊരു വിഷയം ഇന്റർകാസ്റ്റ് മാരേജുമായി മുന്നോട്ടു പോയാൽ ഇരുവരും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് യുവാവിൻ്റെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തുകയുണ്ടായി എന്നാണ്. കൂടാതെ ഇതൊരു ക്ലിയർ ചീറ്റിംഗ് കേസാണ്. വിവാഹം കഴിച്ചുകൊള്ളാമെന്നുള്ള ഫാൾസ് പ്രോമിസാണ്. ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഉള്ളതാണ്. എന്നാൽ യുവാവിൻ്റെ ഭാഗം വാദിച്ചത് എതിർകക്ഷിയുടെ സ്വഭാവം മനസ്സിലായത് മുതൽ ബന്ധത്തിൽ നിന്ന് താൻ പിന്മാറിയതാണ്. കൂടാതെ താൻ വിവാഹം കഴിക്കാനുള്ള പൊസിഷനിലല്ല, രക്ഷിതാക്കളുടെ സംരക്ഷണയിലാണ്, തൊഴിൽ രഹിതനാണ്. കോടതി ഈ കേസിന്മേൽ സെറ്റിൽമെന്റ് ശ്രമമാണ് നോക്കിയത്. മാറ്റർ മീഡിയേഷന് വിടുകയും അറസ്റ്റ് തടയുന്നതിനായി ഇന്ററിം പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്തു. മീഡിയേഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോടതി യുവാവിനോട് എതിർകക്ഷിയെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് കാണിച്ചൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പെറ്റീഷണർ അതിന് തയ്യാറായില്ല. തുടർന്ന് യുവാവ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായൊരു വിധിയാണ് കോടതി നൽകിയത്. BNS സെഷൻ 69 അനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ബന്ധപ്പെടുകയും തുടർന്ന് വാഗ്ദാനം പാലിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. കോടതി നോട്ട് ചെയ്ത പ്രധാന വിഷയം പെറ്റീഷണറും യുവതിയുമായുള്ള ബന്ധം വിവാഹ വാഗ്ദാനത്തിന്മേലാണെന്ന് യുവാവ് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശാരീരിക ബന്ധത്തിന് ശേഷം ഇപ്പോൾ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. വിവാഹം സാധ്യമല്ലെങ്കിൽ നിയമത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ യുവാവ് തയ്യാറാകണം. പുരാതന ഇന്ത്യൻ പാരമ്പര്യത്തിലെ ഗാന്ധർവ വിവാഹത്തിന് സമാനമായി ലിവിങ് ഇൻ ബന്ധങ്ങളെ കാണേണ്ടതാണ്. അതിനാൽ തന്നെ സ്ത്രീകൾക്ക് അർഹമായ അവകാശങ്ങൾ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ കേസിൽ BNS സെഷൻ 69 ഉൾപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസ് വിശദമായി മനസ്സിലാക്കിയ കോടതി യുവാവ് നൽകിയ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളുകയാണുണ്ടായത്. മദ്രാസ് ഹൈക്കോടതിയിൽ മധുര ബെഞ്ചിലെ ജസ്റ്റിസ് ശ്രീമതിയുടേതാണ് ഈ സുപ്രധാനമായ വിധി. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.